ഒരാളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരു രഹസ്യ സ്ഥാനം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത് നിശബ്ദതയ്ക്കും പുഞ്ചിരിക്കും പിന്നിൽ മറച്ചുവെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം ആർക്കും വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല. അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ സ്വയം വെളിപ്പെടുത്തൂ. ഇന്ന് മറ്റൊരാളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും മറച്ചുവെച്ചിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്തുന്ന സൂക്ഷ്മമായ അടയാളങ്ങൾ പരിശോധിക്കാം. വാക്കുകളാൽ പറഞ്ഞു പോകാത്ത സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളെയാണ് അത് വെളിപ്പെടുത്തുന്നത്. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചാണക്യൻ്റെ പുരാതന ജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും ഒന്നിച്ചു ചേർത്ത് ഒരാളുടെ മനസ്സിൽ മറച്ചുവെച്ചിരിക്കുന്ന രഹസ്യമായ ആകർഷണത്തെ മനസ്സിലാക്കാൻ 7 കാര്യങ്ങൾ പരിശോധിക്കാം. ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും? ഈ അടയാളങ്ങൾ ആകർഷണത്തെക്കുറിച്ച് മാത്രമല്ല, വൈകാരിക ബന്ധം, വിശ്വാസം, ഹൃദയം മറക്കുന്നത്, ഉപബോധ മനസ്സ് എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. 1. അസാധാരണമായ ശ്രദ്ധയും ഓർമ്മയും. ഒരു സ്ത്രീക്ക് ആത്മാർത്ഥമായി നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ വരെ ഓർക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം, നിങ്ങൾ പറഞ്ഞ ഒരു തമാശ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുപോലും അവൾ ഓർത്തുവെക്കുന്നു. ഇത് യാദൃച്ഛികമല്ല, മനഃശാസ്ത്രപരമായി അവളുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ തെളിവാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് എല്ലാ ഊർജവും. അവളുടെ ശ്രദ്ധ പലപ്പോഴും നിങ്ങളിലേക്ക് തിരിഞ്ഞു കിടക്കുന്നുവെങ്കിൽ അത് അവളുടെ ചിന്തകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രതിഫലനമാണ്, അഥവാ അവളുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. 2. സൂക്ഷ്മമായ ശാരീരിക അടുപ്പം. അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ അവൾ ഒരു സേഫ് സോണിൽ നിൽക്കുന്നതായി, അല്ലെങ്കിൽ അവൾക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. അല്പം അടുത്തു നിൽക്കുമ്പോൾ, അതുപോലെ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ കൈ ലഘുവായി സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ ഇരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവൾ അത് ഇഷ്ടപ്പെടുന്നതിൻ്റെ സൂചനകൾ പ്രതിഫലിക്കുന്നതായി കാണാം. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നവയല്ല, അവളുടെ മനസ്സ് നിങ്ങളോടൊപ്പം സുരക്ഷിതമായി തോന്നുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ്. അവ ആശ്വാസത്തിൻ്റെയും സുരക്ഷയുടെയും ഉപബോധ മനസ്സിലെ പ്രകടനങ്ങളാണ്. ചാണക്യൻ്റെ വീക്ഷണത്തിൽ വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നിങ്ങളുടെ ചുറ്റും അവൾക്ക് സുരക്ഷിതത്വം തോന്നുമ്പോൾ അത് വാത്സല്യത്തിൻ്റെ നിശബ്ദ ഭാഷയാണ്. അവൾക്ക് നിങ്ങളോടൊപ്പം സൗകര്യവും സുരക്ഷിതത്വവും തോന്നുന്നുവെങ്കിൽ അത് മൗനമായ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. 3. മറച്ചുവെക്കാൻ കഴിയാത്ത പുഞ്ചിരി. ഒരു യഥാർത്ഥ പുഞ്ചിരി ഒരിക്കലും കള്ളം പറയില്ല. അവൾ ചെറിയ കാര്യങ്ങളിൽ പോലും സ്വതന്ത്രമായി പുഞ്ചിരിക്കുമ്പോൾ അത് തമാശയ്ക്കല്ല, അത് നിങ്ങളുടെ സാന്നിധ്യത്തിനാണ്. ചിരി മനസ്സിൻ്റെ അതിർവരമ്പുകൾ തകർക്കുന്നു. ചിരി വൈകാരിക തടസ്സങ്ങൾ കുറക്കുന്നു. അവൾ നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കുന്നുവെന്നും അതിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത് കാണിക്കുന്നു. അവൾക്ക് നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അവളുടെ മനസ്സിൽ നിങ്ങളോട് ഒരു വാത്സല്യമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. കണ്ണുകളിലേക്ക് എത്തുന്ന ഒരു പുഞ്ചിരി വൈകാരിക അടുപ്പത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ അടയാളങ്ങളിലൊന്നാണ്. 4. ഭാവിയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ. ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുമ്പോൾ അവൾ സ്വാഭാവികമായും അവളുടെ ഭാവിയെക്കുറിച്ച് പരാമർശിക്കും. അവളുടെ യാത്രാ പദ്ധതികൾ, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചും പരാമർശിക്കും. അവൾ ആ ചർച്ചകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ അവളുടെ മനസ്സ് നിങ്ങളെ തൻ്റെ ജീവിതത്തിലെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നേരിട്ടുള്ള ഒരു ക്ഷണമല്ല, പക്ഷേ ആ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് അവളുടെ മനസ്സ് അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ചാണക്യൻ പറഞ്ഞു, ബുദ്ധിമാനായ മനുഷ്യൻ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല, ഭാവിയെ ചിന്തിക്കുന്നു. ജ്ഞാനികൾ വർത്തമാനകാലത്തിനപ്പുറത്തേക്ക് നോക്കുന്നു, അവർ നാളേക്കായി വിത്തുകൾ നടുന്നു എന്ന് ചാണക്യൻ പഠിപ്പിച്ചു. അവൾ പറയുന്ന ഈ നാളെയുടെ കഥകൾ, ഈ ഭാവി സംഭാഷണങ്ങൾ അവൾ അറിയാതെ അവളുടെ മനസ്സിൽ വിതയ്ക്കുന്ന ബന്ധത്തിൻ്റെ വിത്തുകളാണ്. 5. നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജിജ്ഞാസ.
അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബാല്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെ അറിയാൻ അവൾ ആഗ്രഹിക്കുന്നു. എല്ലാം അവൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വെറും ജിജ്ഞാസയല്ല, പകരം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. മനഃശാസ്ത്രപരമായി ജിജ്ഞാസ വൈകാരിക അടുപ്പത്തിൻ്റെ ഭാഗമാണ്. അതിനർത്ഥം നിങ്ങൾ അവളുടെ ലോകത്ത് മാനസികമായി ഇടം നേടുന്നു എന്നാണ്. ഇത് വെറും ആകർഷണമല്ല, അത് ബന്ധത്തിൻ്റെ തുടക്കമാണ്. 6. സൂക്ഷ്മമായ അസൂയയുടെ പ്രതിഫലനം. നിങ്ങൾ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴോ മറ്റൊരാളെ പരാമർശിക്കുമ്പോഴോ അവൾ നിശബ്ദയാകുകയോ നിങ്ങളെ കളിയാക്കുകയോ സ്വരം മാറ്റുകയോ ചെയ്തേക്കാം. എന്തായാലും അവളിൽ ഒരു മാറ്റം പ്രകടമായിരിക്കും. നിശബ്ദത, ചിരി, അല്ലെങ്കിൽ നേരിയ അസ്വസ്ഥത, ചെറിയ അളവിൽ അസൂയ, ഇതൊന്നും അരക്ഷിതാവസ്ഥയല്ല, അത് എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൻ്റെ അടയാളങ്ങളാണ്. ചാണക്യൻ പറയുന്നു, സ്നേഹമുള്ളിടത്ത് ചെറിയ അസൂയയുണ്ടാകും, പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രമാണത്. നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നുമ്പോൾ ആ വികാരം സ്വാഭാവികമായി ഉയർന്നു വരുന്നു. 7. വാക്കുകളേക്കാൾ നിങ്ങളുടെ സാന്നിധ്യം അവൾ ആസ്വദിക്കുന്നു. ഒരാളുടെ സാന്നിധ്യം വാക്കുകളേക്കാൾ വലിയ പ്രാധാന്യമുള്ളതാണ്. ഒന്നും പറയാത്തപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവൾക്ക് സംതൃപ്തി തോന്നുന്നു. അവൾക്ക് നിങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ മനസ്സിൽ ശാന്തത തോന്നുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. സംഭാഷണങ്ങളിൽ കൂടുതൽ നേരം നിൽക്കാനോ കൂടുതൽ സ്വതന്ത്രമായി ചിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അസ്വസ്ഥതയില്ലാതെ നിശബ്ദതയിൽ ഇരിക്കാനോ അവൾ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. നിശബ്ദത പോലും അവൾക്ക് ആനന്ദമാകുന്നുവെങ്കിൽ അത് ബന്ധത്തിൻ്റെ ആഴം കാണിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആശയവിനിമയമായി മാറുന്നു. ചാണക്യൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനപരമായ കൂട്ടുകെട്ടാണ്. നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് ആ സമ്മാനമായി തോന്നുന്നുവെങ്കിൽ അവളുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് ശാന്തത നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനകം ഒരു നിശബ്ദ ബന്ധം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഓർമ്മിക്കുക, ഈ ആകർഷണ സൂചനകൾ ഒരിക്കലും 100% ഉറപ്പില്ല. അടയാളങ്ങൾ വെറും സൂചനകൾ മാത്രമാണ്. മനുഷ്യഹൃദയത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഒരു പുഞ്ചിരി ദയയാകാം, ഒരു സ്പർശനം സാംസ്കാരിക ശീലമാകാം. ഓരോ നോട്ടവും ആംഗ്യവും സ്നേഹത്തെ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഈ പാറ്റേണുകൾ യോജിക്കുമ്പോൾ അവ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഒരാളുടെ ചിരി, ശ്രദ്ധ, നിശബ്ദത, ഇവയുടെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കാൻ അറിയുന്നവർക്ക് ജീവിതം കൂടുതൽ വ്യക്തമായി കാണാം. മനുഷ്യ സ്വഭാവം മനസ്സിലാക്കുന്നത് ജ്ഞാനത്തിൻ്റെ താക്കോലാണെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ആഴത്തിൽ നിരീക്ഷിക്കുക. സത്യസന്ധമായ ബന്ധങ്ങൾ വാക്കുകളാൽ അല്ല, അനുഭവങ്ങളാൽ തെളിയുന്നു. ചിലപ്പോൾ നിങ്ങളെ ശരിക്കും വിലമതിക്കുന്നയാൾ അത് വാക്കുകളാൽ പ്രഖ്യാപിക്കില്ല. ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്കായി സ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ സൂചന നിങ്ങൾക്ക് അവരുടെ കണ്ണുകളിൽ തന്നെ കാണാം. മനുഷ്യഹൃദയങ്ങളെ വായിക്കാൻ പഠിക്കൂ. അപ്പോൾ നിങ്ങൾ സ്നേഹം മാത്രം കണ്ടെത്തുകയല്ല, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്ന ശരിയായ ബന്ധം കണ്ടെത്താൻ ഈ ജ്ഞാനം നിങ്ങളെ സഹായിക്കും. അവസാനമായി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായ ഇഷ്ടമുണ്ടെങ്കിൽ അവളുടെ ഹൃദയം ഈ 7 സൂചനകളിലൂടെയാണ് സംസാരിക്കുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ, സൗമ്യമായ അടുപ്പം, സത്യസന്ധമായ പുഞ്ചിരി, അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ലോകത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ, അല്പം അസൂയ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവൾക്ക് തോന്നുന്ന ശാന്തത. ഇവ ഓരോന്നും ഒറ്റത്തവണ നോക്കുമ്പോൾ ചെറുതായി തോന്നാം, പക്ഷേ ഇവയൊന്നിച്ചു ചേർന്നാൽ അത് ഒരു മൗനമായ വാത്സല്യത്തിൻ്റെ ഒരു പറയാത്ത ഭാഷ രൂപപ്പെടുത്തുന്നു. വാക്കുകളിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു നിശബ്ദ ഏറ്റുപറച്ചിൽ. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.